ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചോറ് കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചമ്മന്തിയാണ്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളകൊക്കെ ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളെ എരിവിന് കണക്കാക്കിയുള്ളത്. മുളക് ഒന്ന് പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂടി തന്നെ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തതിന് ശേഷം നല്ല ചെവക്കയൊന്നും വറക്കണ്ട, ചെറിയ രീതിയിൽ വറുത്തെടുത്താൽ മതി. അതിൽ കൂടി തന്നെ നമുക്ക് പുളി കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട്, അതിനെ കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടി തന്നെ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് വറുത്തതിന് ശേഷം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. അതിനെ കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇനി എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തത് സ്റ്റൗ അണച്ച് വെച്ചതിന് ശേഷമാണ്. ഇത് ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കുന്നു. തണുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ ഒരു ചമ്മന്തി നിങ്ങൾ ചെയ്ത് നോക്ക്. ചോറിന് കഴിക്കാൻ നല്ല ഒരു അടിപൊളി ചമ്മന്തിയാണ്. നമുക്കിത് വീട്ടിലുള്ള സാധനം വെച്ച് ചെയ്തെടുക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ്സ് ഇടണേ, ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തു തരണേ. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ.